മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ ലക്ഷ്മിയമ്മ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ കാർത്തിക ഇങ്ങനെ വളക്കിയിട്ടിരിക്കുമ്പോൾ ലക്ഷ്മിയമ്മ ഒരുങ്ങി വരുവാണ് കേട്ടോ. മോളെ റെഡിയായി നമുക്ക് പോയാലോ എന്ന് പറയുകയാണ്. അപ്പോൾ കാർത്തിക ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറയാം. അപ്പോൾ കാർത്തികയോട് ലക്ഷ്മിയമ്മ പറയുകയാണേ, നീരാഞ്ജനം നടത്തണം അമ്പലത്തിൽ പോയിട്ട്, പിന്നെ ഒരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ട് അതും നടത്തണം, പിന്നെ ദിലീപിൻ്റെ പേരിൽ വഴിപാടൊക്കെ നടത്തണം, ഒരു ആവത്തം വരുത്തരുതല്ലോ എന്ന് പറയുകയാണ്. അവരിപ്പോൾ എത്താറായിട്ടുണ്ടാവും എന്ന് പറയുവാണ്. അപ്പോൾ കാർത്തിക ഒന്നും മിണ്ടായിരുന്നു വെച്ച് പെട്ടെന്ന് പറയണേ, അതെ എനിക്ക് നമ്മളെക്കുറിച്ചല്ല അമ്മ പേടി, എനിക്ക് കിരണിനെക്കുറിച്ചാണ്. ഗംഗയുടെ പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. അന്ന് സ്റ്റെഫിയെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഗംഗയ്ക്ക് കിട്ടേണ്ട കുത്താണ് അച്ഛന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടെന്ന് നമ്മുടെ കാർത്തിക പറയുവാണേ. കല്യാണിയുടെ അമ്മയുടെ അസ്ഥി നിമജ്ജനം ചെയ്തതിന് ശേഷം കല്യാണി കിരണോട് ആവശ്യപ്പെട്ടതാണ് ഗംഗയുടെ അവസാനം. അതുകൊണ്ടാണ് ഗംഗയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ എനിക്ക് പേടി, അവനെങ്ങാനും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ. അവനും രതീഷും ബൈജുവും കിരണും കൂടി ഏതു നേരം നടക്കുന്നുണ്ട്. പിന്നെ ആ സരയും ഉണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയണേ, ആ സരയുവിനെ അങ്ങ് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ മോളെ എന്ന് ചോദിക്കുവാണ്. വിശ്വസിക്കാമെന്നാണ് പറയുന്നത്, പക്ഷേ എനിക്ക് അവളുടെ കാര്യത്തിലൊരു സംശയമുണ്ട്. അവൾ കൂടെ നിന്ന് പാലം വലിക്കുന്നവളാണ്, അതുകൊണ്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് പ്രകാശനാണ്. പ്രകാശ് റെഡിയായി വന്നിട്ട് ഫ്രണ്ടിലിരിക്കുകയാണ്. ശബരിമലയിൽ പോകാൻ മാല ഇട്ടിരിക്കുന്ന അയ്യപ്പൻ്റെ ആ ലോക്കറ്റ് എടുത്തിട്ട് കണ്ണിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ കല്യാണി അങ്ങോട്ട് നടന്നു വരും കേട്ടോ, പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട്. അപ്പോൾ കല്യാണി പറയുകയാണ്, അച്ഛൻ ആ റെഡിയായി നമുക്ക് പോയാൽ, അച്ഛൻ ഇന്ന് എഴുന്നേക്കാൻ താമസിച്ചില്ലേ എന്ന് പറയുവാണ്. അവിടെ കാർത്തിക അമ്മ റെഡിയായി ഇരിപ്പുണ്ട്, അമ്പലത്തിലോട്ട് വരാമെന്ന് പറഞ്ഞാണ്. ഞാനാണ് പറഞ്ഞത് വേണ്ട, ഞങ്ങൾ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ്. പ്രകാശൻ പറയുകയാണ്, അവരിവിടുന്ന് മാറിയത് തന്നെ ശരിയല്ല, പിന്നെ അവരുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട്, കാരണം ദീപം മരിക്കാൻ കാരണം അവരാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ എന്ന് പറയുവാണേ. കല്യാണി പറയുക, ആർക്കും ഇനി ഒന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ പ്രകാശൻ പറയാണ്, അങ്ങനെ തന്നെയാണ് ആഗ്രഹം, പക്ഷേ ഇന്നലെ രാത്രി തുള്ളിപ്പോലും ഉറങ്ങിയിട്ടില്ല, എന്തൊക്കെയോ മോശമായ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുവാണേ. കല്യാണി അകത്തോട്ട് വരുമ്പോൾ കിരൺ അവിടെ ബെഡിൽ നിന്നിട്ട് ഫോണിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ കല്യാണി നീ റെഡിയായി പോകാനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുകയാണ്, ഞാനും അച്ഛനും റെഡിയായി, അവിടെ ലക്ഷ്മിയമ്മയും കാർത്തിക റെഡിയായിട്ടുണ്ട്, കാർത്തികേച്ചി റെഡിയായിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ബാലമ്മ വണ്ടിയായിട്ട് വരും, അപ്പോൾ വണ്ടിയായിട്ട് ഞങ്ങൾ പോകണമെന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ അവൾ പറയും, ഈ സൂക്ഷിച്ച് പോകണമെന്ന് പറയുന്നതിനേക്കാൾ നല്ല കൂടെ വന്നുകൂടെയെന്ന് ചോദിക്കും. പറയും, ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങളോടൊപ്പം, ഞാൻ പക്ഷേ എൻ്റെ ഒരു പ്രസൻസ് പരിസരത്തുണ്ടാവും, നീ പേടിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പം അവൾ ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അവൻ മറ്റേ ക്യാമറയൊക്കെ വെച്ച് ചിലപ്പോൾ ആൾക്കാരൊക്കെ സ്കെച്ചിട്ടായിരിക്കും കൊല്ലുന്നത്, കാരണം അന്ന് അങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നീ ഇവിടുന്ന് ഇറങ്ങുന്നതും ലക്ഷ്മിയമ്മയും കാർത്തിക ഇറങ്ങുന്നത് ആ രണ്ട് കണ്ണുകൾ വാച്ച് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് കിരൺ പറയുവാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ബൈജു ആണെങ്കിലും രതീഷ് ആണെങ്കിലും മരിച്ചു നിൽക്കുകയാണ്, കൂട്ടത്തിൽ സരയും ഉണ്ടല്ലോ എന്ന് പറയുവാണ് കിരൺ. കാരണം ഇവന് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരിപ്പോൾ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നതാട്ടോ. ബാലൻ വണ്ടിയെടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ കിരണും കല്യാണിയും പ്രകാശനും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ ബാലനോട് ചോദിക്കാനായിട്ട്, ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിന്? അപ്പോൾ അല്ല, ഞങ്ങൾക്ക് എത്രയൊരു ഭീഷണിയുണ്ടല്ലോ. അപ്പോൾ പറയണ ബാലമാവൻ പറയും, ദീപയെ കൊന്ന അവനെ എവിടെയെങ്കിലും കൈ വെച്ച് കിട്ടുകയാണെങ്കിൽ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയാണ്. എന്നുവെച്ചും ബാലമാവൻ പറയണേ, കിരൺ സാറ് കാരണം അന്ന് അവനെ പോലീസിന് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു, അവനെ തീർത്ത് കളയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് നേരെ ഇവർ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീടാണ്. അപ്പോൾ കാർത്തികയുടെ വീട്ടിൽ ലക്ഷ്മിയമ്മയും കാർത്തിക നിൽക്കുമ്പോൾ കാർത്തികയോട് പറയുകയാണ്, അല്ല അവരെ കണ്ടില്ലല്ലോ, അവർ വരുമമ്മയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡോർ തുറക്കുമ്പോൾ ആ മോളെ ഡോർ തുറക്കണ്ടെന്ന് പറയണേ. എന്നാലും കാർത്തിക പറയും, അമ്മ അച്ഛനെ പോലെ ആവാതെ എന്ന് പറഞ്ഞിട്ട് നേരെ ഡോർ തുറക്കുമ്പോൾ കല്യാണിയുടെ കാർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയും, അയ്യോ മോളെ ആരുടെ കാർ? അത് കല്യാണിയുടെ കാറാണമ്മേ, അമ്മ ടെൻഷൻ ആവാതെ. ഡോർ തുറന്ന് ബാലമാമിയും പിന്നെ കല്യാണിയും നമ്മുടെ പ്രകാശനും ഒക്കെ ഇറങ്ങുവാണേ. ബാലമാമ പറയണേ, കാറൊന്ന് പണിമുടക്കി ടയറൊക്കെ മാറ്റിയിട്ടിട്ട് അപ്പോൾ വരുന്നതെന്ന് പറയുകയാണേ. അപ്പോൾ അത് താമസിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാതിൽ തുറന്ന് പുറത്തിറങ്ങരുതെന്ന്, പിന്നെ നിങ്ങളെന്തിനാ ഇറങ്ങിയെന്ന് ചോദിക്കാൻ പറയും, എൻ്റെ അച്ഛൻ അമ്മ വന്ന് ഞങ്ങളെ കൊന്നിട്ട് പോകണമെങ്കിൽ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അല്ലാതെ പിന്നെ ഇങ്ങനെ പേടിച്ചിരുന്ന് ശരിയാവില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയുകയാണ്, ചേച്ചി അല്ലെങ്കിൽ തന്നെ ഒരു അപകടം വന്നതിൻ്റെ ഒരു മരണം ഉണ്ടായി, എൻ്റെ ദുഃഖം മാറി വരുന്നതേ ഉള്ളൂ, അപ്പോൾ അതിനിടയ്ക്ക് അടുത്തതും കൂടിയോ, അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല ചേച്ചി എന്ന് കല്യാണി പറയുവാണ്. അപ്പോൾ എല്ലാവരും കൂടി കാറിലേക്ക് കയറുവാണ് കേട്ടോ. ഓരോരുത്തർ കയറുന്ന സമയത്തേക്ക് പ്രകാശൻ നോക്കുമ്പോൾ ഒരു കാറ് പാസ് ചെയ്യുന്നുണ്ട്. ആ കാറിൽ ഒരു കറുപ്പിട്ടൊരു പയ്യൻ എന്തോ
നോക്കിക്കൊണ്ട് തല പുറത്തോട്ടിട്ട് നോക്കിയതുപോലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ പ്രകാശൻ ബാലനോട് പറയുകയാണ്, അണ്ണാ വണ്ടി എടുക്കരുതണ്ണ, എന്തോ ഒരു കുഴപ്പമുണ്ട്, ആ കാറിൽ നിന്ന് ആളെന്തോ കാണിച്ചിട്ടാണ് പോയത്, എന്തോ പറയടാ, നീ കുഴപ്പമൊന്നുമില്ല, നീ കയറുന്നു പറഞ്ഞിട്ട് ബാലൻ പ്രകാശിനെ അകത്ത് കയറ്റിയാണ്. പിന്നെ കാർ നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലെത്തിയതിന് ശേഷം ഇവരെല്ലാവരും ഇറങ്ങുന്നുണ്ട്. പക്ഷേ പ്രകാശിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ട് കേട്ടോ. പ്രകാശനപ്പോൾ ചോദിക്കുകയല്ലോ, നിങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഞാൻ അപ്പുറേ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് ബലമാവൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ നേരെ അമ്പലത്തിലേക്ക് ചെന്നിട്ട് കല്യാണി പറയണ, കാർത്തിയേച്ചി ഒരു വിഘ്നങ്ങളും കൂടാതെ കല്യാണം ഭംഗിയായി നടത്തി തരണേന്നൊന്ന് പ്രാർത്ഥിക്കണേന്ന് പറയുമ്പോൾ പറയാണ്, എന്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ലക്ഷ്മിയമ്മയും പറയാണ്, ഗംഗാപ്രസാദ് പിടിയിലാകുന്നവരൊരു ടെൻഷനായിരിക്കും എന്ന് പറയുവാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ ബാലൻ വന്നിട്ട് പറയണം, അവനെയൊക്കെ എണ്ണയിലിട്ട് വേണം ചൂട്ടെടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത്രമാത്രം എല്ലാവർക്കും ദേഷ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ബാബെന്നും പറഞ്ഞ് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ കിരണും ബൈജു ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രകാശനും ബാലനും കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടി അകത്തേക്ക് പോകും. അമ്പലത്തിനകത്ത് കൂടി നടന്ന് തൊഴാനും എടുത്തിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇവർ നടക്കിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കിരൺ ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് സംഭവിക്കാം, അത് ബാക്കിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അന്ന് വെച്ചാൽ അവർ നേരെ തിരുമേനി എടുത്തെടുത്ത് വന്നിട്ട് പറയുന്നത്, തിരുമേനി നീരാഞ്ജനം നടത്തണം ചേച്ചിയുടെ പേരിലായിട്ടാണ്. അപ്പോൾ കാർത്തിക രോഹിണി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് പ്രകാശൻ പറയാണ്, കാർത്തികയുടെ പേര് മാത്രമല്ല തിരുമേനി കല്യാണിയുടെ പേരിൽ നടത്തണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ കല്യാണി പറയാണ്, തിരുമേനി എനിക്കൊന്ന് പ്രശ്നം നോക്കണം, മരിച്ച സമയത്ത് നീ എന്തെങ്കിലും ദോഷങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴിപാട് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ തിരുമേനി പറയാണ്, മോളെ മരിച്ച നാളിച്ചിരി കുഴപ്പം പിടിച്ചതാണ്, മോൾക്ക് സൗകര്യമുള്ളപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയുവാണ്. അപ്പോൾ തിരുമേനി പറയുക, നിങ്ങൾ തൊഴുത് വന്നോളൂ, അപ്പോഴത്തേക്ക് നീരാഞ്ജനം നടത്താമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതേ സമയത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കും കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും ഇതായെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർ വന്ന് അമ്പലത്തിൽ അങ്ങോട്ട് കയറി നടക്കുമ്പോൾ കിരൺ ഇവരെ ശരിക്കും മാച്ച് ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടതോടെ കിരൺ ഞെട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ സംഭവിക്കണ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.